ഹായ് അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി 2 ലെയറിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന അടിപൊളി ക്രീമി ആയിട്ടുള്ള പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ്. വീട്ടിലുള്ള കുറഞ്ഞ ഐറ്റംസ് മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇതിലേക്ക് ജലാറ്റിനോ ചൈന ഗ്രാസോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അതിന് മുന്നായിട്ട് ഈ ചാനൽ ആദ്യം നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ ഇതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് ബ്രെഡാണ് ആവശ്യമായിട്ടുള്ളത്. അതിനായിട്ട് കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രെഡ് എടുക്കുമ്പോൾ നിങ്ങൾ എടുക്കുന്ന ട്രേക്ക് അനുസരിച്ച് വേണം കേട്ടോ എടുക്കാനായിട്ട്. പിന്നെ അധികം ബ്രെഡ് ആവശ്യമില്ല, ഒറ്റ ലെയറിൽ മാത്രം ബ്രെഡ് മതിയാകും. ഈ ബ്രെഡിൻ്റെ ഈ ഒരു സൈഡ് പോർഷനൊക്കെ കട്ട് ചെയ്ത് മാറ്റാം. ഈ ഒരു ബ്രൗൺ പോർഷൻ നമുക്ക് ആവശ്യമായിട്ടില്ല. ഇതാ ഈ രീതിയിൽ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് ഇതുപോലത്തെ ട്രേ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളെ കയ്യിൽ ഏത് ട്രേ ആണുള്ളത് അതെടുത്താൽ മതിയാകും. ഇല്ലാന്നുണ്ടെങ്കിൽ പ്ലേറ്റിലും സെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇനി ഒരു ട്രേൻ്റെ താഴെ ഭാഗത്ത് മൊത്തത്തിൽ ബ്രെഡ് വെച്ചിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെ ചെറിയ ഇട പോലും കാണാത്ത രീതിയിൽ വേണം കവർ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ ചെറിയ പീസ് വെച്ചെടുത്താൽ മതിയാകും. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള ഒരു കസ്റ്റേർഡ് മിക്സ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് ഇതൊരു ബൗളിലേക്ക് 4 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. കസ്റ്റേർഡ് പൗഡർ നിറച്ചിട്ട് തന്നെ എടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയൊന്നുമില്ലാതെ തന്നെ മിക്സ് ആക്കിയിട്ട് എടുക്കാം. ഇതിവിടെ നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡിലേക്ക് അങ്ങ് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക. ഇതിലേക്ക് 2 കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. 250 ml കപ്പിലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, അഥവാ 500 ml പാല്. പിന്നെ പുഡിങ്ങൊക്കെ ഉണ്ടാക്കാനായിട്ട് പാലെടുക്കുമ്പോൾ നല്ല ഫുൾ ഫാറ്റ് മിൽക്ക് എടുക്കുക, അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു 1/2 ടിന്ന് മിൽക്ക് മെയ്ഡും കൂടെ ചേർത്ത് കൊടുക്കാം. ഇല്ലെങ്കിൽ പഞ്ചസാര ആയിരുന്നാലും പ്രശ്നമൊന്നുമില്ല. ഇതിലേക്ക് നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ഒരു കസ്റ്റേർഡ് പൗഡർ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് യോജിപ്പിച്ചെടുക്കാം. നല്ല പോലെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി തീ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ല പോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈവെക്കാതെ മിക്സ് ചെയ്ത് കൊടുക്കണം, ഇല്ലാതെ നിങ്ങൾ കസ്റ്റേർഡ് പെട്ടെന്ന് അങ്ങ് അടിക്ക് പിടിക്കും. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ട് കുറച്ച് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്. അത് മൊത്തത്തിൽ ചേർത്തിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നല്ല പോലെ തിക്കായിട്ട് ഈ ഒരു കസ്റ്റേർഡിൻ്റെ റോ ടേസ്റ്റൊക്കെ ഒന്ന് മാറിയിട്ട് വരണം. ഇതിവിടെ നല്ല പോലെ തിളച്ചിട്ട് ഒന്ന് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ഒത്തിരി അങ്ങ് തിക്കാക്കി എടുക്കണ്ട. ഈ രീതിയിൽ ആയിട്ട് വന്നാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒന്നും കൂടി നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക, ഇല്ലാന്നെങ്കിൽ മുകളിൽ ഇങ്ങനെ കട്ട് കുത്തും. ഇനി ചൂടോട് കൂടിയിട്ട് ഇതിൻ്റെ പകുതി പോർഷനെ ഒരു ബൗളിലേക്ക് അങ്ങ് മാറ്റാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഡാർക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ലൈറ്റായാലും പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ കയ്യിൽ ഏതാണുള്ളത് അതെടുത്താൽ മതിയാകും. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഒട്ടും കട്ടയില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുക്കണം. ഈ ഒരു രീതിയിൽ ഒട്ടും കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇതവിടെ ഇരിക്കട്ടെ. നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള ആ ഒരു പകുതി കസ്റ്റേർഡിൻ്റെ മിക്സ് മൊത്തത്തിലങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ചൂടോട് കൂടിയിട്ട് വേണം ചേർക്കാനായിട്ട്, എന്നാലേ ബ്രെഡ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് കുറച്ച് ഹാർഡായിട്ട് ഈ ഒരു കസ്റ്റേർഡിൻ്റെ മിക്സ് ഒട്ടും വലിച്ചെടുക്കാതെ ആയിട്ടോ ഉണ്ടാകുക. ഇതിന് അടുത്ത ലെയറായിട്ട് ബിസ്ക്കറ്റാണ് വെച്ചെടുക്കുന്നത്. ഞാനിവിടെ മാരിഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് എടുത്തിട്ട് നിങ്ങൾ കയ്യിൽ ഏതാണോ ഉള്ളത് അതെടുത്താലും മതിയാകും. ഒരു ലെയറെ മൊത്തത്തിൽ വെച്ചിട്ടുണ്ട്. ഇനി കാണുന്ന ഒരു ഇടയിലൊക്കെ ചെറിയ ബിസ്ക്കറ്റിൻ്റെ പൊട്ടും കൂടെ വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അടുത്തതായിട്ട് ഇതിന് മുകളിലൂടെ മറ്റൊരു ലെയറും കൂടെ വെച്ചുകൊടുക്കാം. ഇനി ഇതൊന്ന് വെറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പാല് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളതാണ്. അതിതുപോലെ ഈ ബിസ്ക്കറ്റിൻ്റെ മുകളിലൂടെ അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പാലിന് ചെറിയ ചൂടുണ്ടായിരിക്കണം, എന്നാലേ ഈ ബിസ്ക്കറ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ആ ഒരു ചോക്ലേറ്റിൻ്റെ കസ്റ്റേർഡ് മിക്സ് മൊത്തത്തിൽ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലായിടത്തേക്കും ഒരേപോലെ അങ്ങ് സ്പ്രെഡ് ചെയ്തിട്ട് എടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽ ലെയറായിട്ട് നട്ട്സും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നട്ട്സ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക, കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും.
ഇതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം. നിങ്ങളെ കയ്യിൽ ഏത് ചോക്ലേറ്റ് ആണോ ഉള്ളത് അതൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ടുകൊടുത്താൽ മതിയാകും. പിന്നെ ചോക്ലേറ്റ് ഒക്കെ ഇട്ടുകൊടുക്കുമ്പോൾ നന്നായിട്ട് തണുത്തതിന് ശേഷം വേണ്ട ഇട്ടുകൊടുക്കാനായിട്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ചൂട് തട്ടിയിട്ട് ചോക്ലേറ്റ് പെട്ടെന്ന് അങ്ങ് മെൽറ്റായിട്ട് വരും. അപ്പോൾ ഞാൻ ആദ്യം ഇട്ടുകൊടുത്തതൊക്കെ ഒന്ന് മെൽറ്റായിട്ടുണ്ട്. ഇതിന് മുകളിൽ കുറച്ച് നട്ട്സും കൂടെ ഇട്ടുകൊടുക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. പുഡിംഗ് ഇതാ സെറ്റായിട്ടുണ്ട്. നല്ല പോലെ തണുപ്പിച്ചതിന് ശേഷം വേണം കഴിക്കാനായിട്ട്. ഒരു 4-5 മണിക്കൂർ നല്ല രീതിയിലൊന്ന് തണുപ്പിച്ചിട്ടെടുക്കാം. പുഡിംഗ് ഇതാ നല്ല പോലെ തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു ഓവർനൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ചുരുങ്ങിയത് 4 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകുക. നമുക്ക് കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണിത്. നല്ല ക്രീമി ആയിട്ടുള്ള പുഡിങ്ങാണ്. കസ്റ്റേർഡ് പൗഡറൊക്കെ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ 2 ലെയർ ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പുഡിങ് എല്ലാവരും ഉണ്ടാക്കി നോക്കുക. കാണാൻ നല്ല ഭംഗിയാണ്, അതുപോലെ നല്ല സോഫ്റ്റാണ് കേട്ടത് കഴിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്